വിപിൻ സി വിജയൻ ചേരുന്നുണ്ട്. വിപിൻ, അദ്ദേഹം ഇപ്പോൾ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. എന്തിനാണ് ഇത്ര വലിയൊരു സന്നാഹം പോലീസിന്റെ അവിടെ ഒരുക്കിയിരിക്കുന്നതെന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. സ്വാഭാവികമായും അത് കഴമ്പുള്ള ചോദ്യവുമാണ്. അദ്ദേഹം ആ നാടിന്റെ MLA ആണ്. പോലീസ് ഒരു നോട്ടീസ് കൊടുത്താൽ ഈ അക്രമ സംഭവങ്ങളിൽ താങ്കളെ പ്രതിയാക്കിയിരിക്കുന്നു, എത്തണമെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ആ നിലയ്ക്ക് പോലീസിന്റെ ഭാഗത്ത് ഇടപെടൽ ഉണ്ടായാൽ അദ്ദേഹത്തിന് എത്താൻ കഴിയുന്നതേ ഉള്ളൂ. പക്ഷേ എന്തിനാണ് ഇത്തരത്തിൽ വലിയൊരു പോലീസ് സന്നാഹം ഒരുക്കി വീട്ടിലേക്ക് എത്തിയിരിക്കുന്നതെന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അവിടെ അറസ്റ്റിന് വഴങ്ങുമെന്ന് കൂടി ഇപ്പോൾ അദ്ദേഹം നമ്മോട് പറയുകയുണ്ടായി. വിപിൻ, അതെ ഉന്മേഷ്, അത്രത്തോളം പോലീസുകാരാണ് വന്നിരിക്കുന്നത്. ഒരു 5 ബസ്സോളം തന്നെ പോലീസുകാർ. ആ വീട് പൂർണ്ണമായും ഇപ്പോൾ ബന്ദോബസ്തിലാണ് പോലീസിന്റെ എന്ന് തന്നെ പറയാം. കാരണം ഒരു ബാരിക്കേഡ് പോലെ തന്നെ പോലീസുകാർ നിൽക്കുകയാണ്. അകത്തേക്ക് ആരെയും കയറ്റി വിടുന്നില്ല. ഇന്നിപ്പോൾ ഈ സംഭവങ്ങൾക്ക് ശേഷം, ഈ അക്രമ സംഭവങ്ങൾക്ക് ശേഷം സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് തന്നെ അറിയാം അദ്ദേഹത്തിനെതിരെ കേസ് വരാൻ സാധ്യതയുണ്ട് എന്നൊക്കെ അറിയാം. പക്ഷേ അദ്ദേഹം വീട്ടിലുണ്ടായിരുന്നു. ഒരു പക്ഷേ ഇത്തരത്തിൽ കേസ് എടുത്തിട്ടുണ്ട്, ഒരു നോട്ടീസ് നൽകുകയാണെങ്കിൽ എത്താവുന്നതാണ്. അതല്ല എന്നുണ്ടെങ്കിലും ഈ നാട്ടിൽ തന്നെയുള്ള ആളാണ്. പക്ഷേ ഇത്തരത്തിൽ ഒരു വലിയ ഒരു പോലീസിനെ വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്. 3 ഡിവൈഎസ്മാർ ഉൾപ്പെടെയുള്ളവരാണ് എത്തിയിരിക്കുന്നത്. ഈ പറഞ്ഞതുപോലെ തന്നെ ഡോക്ടറെ കാത്ത് നിൽക്കുന്നു എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ ഉള്ള ഒരു കാര്യമുള്ളത്. ഈ ഡോക്ടർ കൂടി എത്തിക്കഴിഞ്ഞാൽ ആ പരിശോധന കൂടി കഴിഞ്ഞു പോവുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഏറെക്കുറെ ഉറപ്പിച്ചിരിക്കുന്നു. കാരണം ഇനിയൊരു നീതിയില്ല എന്നുള്ള രീതിക്ക് തന്നെയാണ് PV അൻവർ ഇപ്പോൾ സംസാരിക്കുന്നത്. കാരണം ഇതൊക്കെ ഞാൻ പ്രതീക്ഷിച്ചതാണ് എന്ന്. ഇതിനു മുൻപ് ഇപ്പോൾ ഈ CPM-ഉമായി കലഹിക്കുന്ന ആ ഒരു സമയം ഉണ്ടായിരുന്നു. തനിക്കെതിരെ എപ്പോൾ വേണമെങ്കിലും ഒരു കേസ് വരാം, എപ്പോൾ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യാം, താനത് പ്രതീക്ഷിച്ചിട്ടാണ് ഇരിക്കുന്നത് എന്നൊക്കെ PV അൻവർ ഇടയ്ക്കിടെ തന്നെ വാർത്താ സമ്മേളനങ്ങളിലൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു കേസ് ഉണ്ടാകും. കേസിന്റെ വൈകുന്നേരം ആകുമ്പോഴേക്കും അത് അറസ്റ്റിലേക്ക് നീങ്ങുന്നു. 1-ാം പ്രതിയാക്കി തന്നെ കേസെടുക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ഒരു 5 മാസത്തോളമായി ഇപ്പോൾ CPM-ഉമായി വലിയ രീതിയിലുള്ള കലഹമുണ്ടാവുകയും CPM-ൽ നിന്ന് പുറത്തു വരികയും CPM-ന്റെ ഈ ഇടതുപക്ഷ MLA എന്നുള്ള പദവിയിൽ നിന്നൊക്കെ പുറത്തു വരികയും ഒക്കെ ചെയ്ത PV അൻവർ ഇപ്പോൾ അറസ്റ്റിലേക്ക് നീങ്ങുന്നു എന്നുള്ള ഒരു വലിയ നീക്കം രാഷ്ട്രീയമായിട്ട് തന്നെ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യമുള്ളത്. കാരണം അദ്ദേഹം ഇന്നിപ്പോൾ ഈ നിയമ ഭേദഗതിയുമായി, വനനിയമ ഭേദഗതിയുമായിട്ട് ഒരു യാത്ര നടത്തിയിരുന്നു. ആ യാത്രയുടെ സമാപനം ഇന്നാണ് നടക്കേണ്ടത്. ഇന്ന് വൈകിട്ടായിരുന്നു അതിന്റെ സമാപനം എടക്കരയിൽ വെച്ച് നടക്കേണ്ടത്. അത് മിനിഞ്ഞാന്ന് വയനാട്ടിൽ നിന്ന് ആരംഭിച്ചതായിരുന്നു. അപ്പോൾ ഇപ്പോഴും ആ യാത്ര ഇന്ന് ഈ ഒരു ആദിവാസി യുവാവ് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതിന് ശേഷമാണ് അത് നിർത്തിവെക്കുകയാണെന്ന് അദ്ദേഹം അറിയിക്കുകയായിരുന്നു. അതിനുശേഷമാണ് വീട്ടിലേക്ക് മടങ്ങിയത്. രാവിലെയൊക്കെ അതിന്റെ പ്രസംഗങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനിടയിലാണ് ഈ DFO ഓഫീസിലേക്ക് എത്തുകയും അത് അക്രമാസക്തമാവുകയും ചെയ്തത്. എടുത്തു പറയേണ്ടത് അതിന്റെ അകത്തേക്ക് കയറിയതിൽ, അതായത് അക്രമാസക്തമാവുന്ന സമയത്ത് DFO ഓഫീസിലേക്ക് കയറിയതിൽ PV അൻവർ ഉണ്ടായിരുന്നില്ല. അവിടെ ഉണ്ടായിരുന്ന DMK പ്രവർത്തകരായിട്ടുള്ള ഒരു 10-20ഓളം ആളുകളാണ് അകത്ത് കയറുകയും ഈ കസേരയും മേശയും ഉൾപ്പെടെയുള്ളവ നശിപ്പിക്കുകയും ചെയ്തത്. പക്ഷേ PV അൻവറിന്റെ നേതൃത്വത്തിലായിരുന്നു ഈ ഉപരോധം നടക്കുകയും ചെയ്തത്. അതിലാണ് ഇപ്പോൾ 1-ാം പ്രതിയാക്കിക്കൊണ്ടുള്ള പോലീസ് കേസെടുത്തിരിക്കുന്നതും മറ്റ് നടപടികളിലേക്ക് കടക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം അറസ്റ്റിന് വഴങ്ങും എന്നുള്ളത് കൃത്യമായി തന്നെ പറയുകയാണ്. ഇനിയിപ്പോൾ അടുത്തൊരു നടപടി ഇത് താൻ പ്രതീക്ഷിച്ചതാണ് എന്നുള്ള നിലയ്ക്കാണ്. അത് 3.5 കോടി ജനങ്ങൾ കാണുന്നുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ആദ്യം മുതൽ തന്നെ തനിക്ക് പറയാനുള്ളതൊക്കെ ജനങ്ങളോടാണ് എന്നുള്ളതും PV അൻവർ പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അത് പോലീസിന്റെ ഒരു നടപടിക്ക് കൂടി MLA വിധേയമാവുകയാണ്. ഇതിനിടയിലൊക്കെ മറ്റ് DMK-യുമായിട്ടുണ്ടാക്കിയ സഖ്യമുണ്ടാക്കുമെന്നുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു. ഇതൊക്കെ പിന്നീട് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ തടഞ്ഞതാണ്. മുഖ്യമന്ത്രിയുടെ സ്വാധീനം വെച്ചുകൊണ്ട് തന്റെ അത്തരത്തിലുള്ള ലയന നീക്കങ്ങളെല്ലാം തടഞ്ഞതാണ് എന്നുള്ളതൊക്കെ പലപ്പോഴും പറയാറുണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ അറസ്റ്റിന്റെ ഒരു രീതിയിലേക്ക് കൂടി പോയി എന്നുള്ള ആരോപണം PV അൻവർ ഉന്നയിക്കുന്നത്. അദ്ദേഹം അറസ്റ്റിലേക്ക് പോവുകയും ചെയ്യുന്നത് 1-ാം പ്രതിയാക്കിക്കൊണ്ടാണ് കേസെടുത്തിരിക്കുന്നത്. പൊതുമുതൽ നശിപ്പിച്ചു, ഒപ്പം തന്നെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി, പോലീസുകാരെ കൈയടച്ച് ചെയ്യാൻ ശ്രമിച്ചു തുടങ്ങിയിട്ടുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ടാണ് പോലീസ് മുന്നോട്ട് പോകുന്നത്, അതിന്റെ അറസ്റ്റിലേക്ക് നീങ്ങുന്നത്. ഉന്മേഷ്, വിപിൻ സി വിജയനാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.